നമസ്കാരം. ഒരു പഴയ കഥ പറഞ്ഞു തുടങ്ങാം. പഴയ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബംഗ്ലാദേശ് പാകിസ്ഥാൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ച് ബംഗ്ലാദേശ് എന്നുള്ള കിഴക്കൻ പാകിസ്ഥാനെ ബംഗ്ലാദേശ് ആക്കുവാനുള്ള യുദ്ധം ഭാരതവും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്ന സമയത്തുള്ള കഥയാണ്. ആ സമയത്ത് യുദ്ധം സംബന്ധിച്ചുള്ള വാർത്തകളെല്ലാം മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് വ്യക്തമായ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പോലും ചില പ്രത്യേക മതസംഘടനകൾ കൈകാര്യം ചെയ്തിരുന്ന വളരെ ചുരുക്കം മാത്രം പ്രചാരത്തിലുള്ള പത്രങ്ങളിൽ വന്നിരുന്ന വാർത്തകൾ വളരെയധികം രസകരങ്ങളായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ സൈന്യത്തെ ഏതാണ്ട് നാമാവശേഷമാക്കി ഏതാണ്ട് 1,00,000-ഓളം 93,000 പാകിസ്ഥാൻ സൈനികരെ കീഴടക്കിയ ഭാരത സൈന്യം മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മാധ്യമങ്ങളിൽ ചില പ്രത്യേക മതസംഘടനകൾ കൈകാര്യം ചെയ്തിരുന്ന മാധ്യമങ്ങളിൽ വന്നിരുന്ന വാർത്തകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ രാജസ്ഥാൻ വഴിയും കശ്മീർ അതിർത്തി വഴിയുമൊക്കെ ഭാരതത്തിലേക്ക് അടിച്ച് നമ്മുടെ റിയാസ് ഖാൻ പറയുന്ന പോലെ അടിച്ചു കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിലേക്ക് വലിയ താമസമില്ലാതെ എത്തും. പാകിസ്ഥാൻ ജയിച്ചു കഴിഞ്ഞു. മറ്റ് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളെല്ലാം നുണകളാണ്. അത് ഭാരതത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കാതിരിക്കുവാൻ വേണ്ടി സർക്കാർ തന്നെ പ്രചരിപ്പിക്കുന്നതാണ് തുടങ്ങിയ രീതിയിലുള്ള വാർത്തകളെല്ലാം നിരന്തരം വന്നുകൊണ്ടിരുന്നു. ബംഗ്ലാദേശ് രൂപീകരിക്കപ്പെട്ടിട്ട് പോലും ഈ മാധ്യമങ്ങളൊന്നും ബംഗ്ലാദേശ് രൂപീകരിക്കപ്പെട്ടുവെന്നും ഭാരതം ആ യുദ്ധത്തിൽ ലോകത്ത് ഇന്നേ വരെ ഉണ്ടാവാത്ത തരത്തിലുള്ള ഒരു വിജയം ഭാരത സൈന്യം കൈവരിച്ചുവെന്നും വിശ്വസിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇത് സംബന്ധിച്ചുള്ള പല രസകരമായ ഓർമ്മകളും നമ്മുടെ അഡ്വക്കേറ്റ് എ ജയശങ്കർ ഉൾപ്പെടെയുള്ളവർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പലപ്പോഴായി പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കഥയൊന്ന് പറയുവാനുള്ള കാരണം, ഈ പ്രത്യേക മതസംഘടനകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന മാധ്യമങ്ങളിലൂടെ വന്ന ഇത്തരം വാർത്തകൾ ആ യുദ്ധം കഴിഞ്ഞു, ബംഗ്ലാദേശ് രൂപീകരിക്കപ്പെട്ടു, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇപ്പോഴും അവർ വിശ്വസിക്കുന്നില്ല എന്നുള്ള മട്ടിൽ ആ വാർത്തകളങ്ങ് അവസാനിച്ചു. അധികമാരും ശ്രദ്ധിക്കാതെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആരും വലിയ ഗൗരവമൊന്നും നൽകാതെ ആ സംഭവങ്ങൾ കടന്നുപോയി. സത്യത്തിൽ അതൊരു വലിയ തെറ്റായിരുന്നു എന്നുള്ളത് അതിൻ്റെ പരിണാമം ഇന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് ബംഗ്ലാദേശിനെ രൂപീകരിച്ചു കൊടുത്ത ഭാരതം ഇന്ന് അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുകയാണ്. കാരണം ബംഗ്ലാദേശ് തന്നെ ഒരു പാമ്പായിട്ട് നമ്മുടെ കാലിൽ ചുറ്റുമോ എന്നുള്ളൊരവസ്ഥയിലാണ്. കാരണം അത്രമാത്രം ഭാരത വിരുദ്ധതയാണ് ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തിൻ്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ പിടിച്ചെടുക്കണം, അവർക്കതിന് കഴിയുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ അത്തരത്തിലുള്ള ഭാരതവിരുദ്ധമായ പ്രസ്താവനകൾ, പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ, പ്രസ്താവനകൾ, ഇവയൊക്കെയാണ് അവിടുത്തെ കെയർ ടേക്കർ ഭരണാധികാരിയായിട്ടുള്ള നോബൽ സമ്മാന ജേതാവ് യൂനസ് മുതൽ താഴേക്കിടയിലുള്ള ബംഗ്ലാദേശികളിൽ നിന്ന് വരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനുദിനം. അത്തരത്തിൽ ഉള്ള പ്രസ്താവനകളുടെയും ഭാരതവിരുദ്ധതയുടെയും ഒരു അമരക്കാരനായിരുന്നു ഷെരീഫ് ഉസ്മാൻ ഹാദി. ഇൻകുലാബ് മഞ്ച് എന്നൊരു പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് ഇയാളെന്നാണ് സ്വയം അവകാശപ്പെട്ടുകൊണ്ടിരുന്നത്. ഇയാളുടെ ഒരു പ്രധാന നേട്ടമെന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരിയായ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ഒരു ലോകത്തെ പല ശക്തികൾ ഒരുമിച്ച് ചേർന്ന് ആസൂത്രണം ചെയ്ത കലാപത്തിൽ മുൻനിരയിൽ നിന്ന, അല്ലെങ്കിൽ അതിൽ നിന്ന് ഈ നമ്മുടെ രാഹുൽ ഗാന്ധിയൊക്കെ പറയുന്നത് പോലെ ജെൻസിയെ നയിച്ച യുവാക്കളിൽ ഒരാളായിരുന്നു. പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് ബംഗ്ലാദേശി സമൂഹത്തിൽ ഉയർന്നു വന്ന ഈ ഷെരീഫ് ഉസ്മാൻ ഹാദി അപ്പോൾ ഷെയ്ഖ് ഹസീനെ തുരത്തി യൂനസിനെ കൊണ്ടുവന്ന് തൽക്കാലം കാര്യകർത്താവായിട്ട് അവിടെ പ്രതിഷ്ഠിച്ചു. അതിനുശേഷം സ്വന്തമായിട്ടൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച്, ഇൻകുലാബ് മഞ്ച് എന്ന ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് ബംഗ്ലാദേശിൽ ഇനി എപ്പോഴെങ്കിലും യൂനസിൻ്റെ മേലാളന്മാരുടെയും സൗകര്യാർത്ഥം അല്ലെങ്കിൽ സൗകര്യാനുസരണം നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഷെരീഫ് ഉസ്മാൻ ഹാദി. അപ്പോൾ ആ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു തയ്യാറെടുപ്പുകളുടെ ഭാഗമായിട്ട് കടുത്ത ഭാരത വിരുദ്ധമായ പ്രസ്താവനകൾ, ഹിന്ദുക്കൾക്കെതിരെയുള്ള പ്രസ്താവനകൾ, ഭാരതത്തിൻ്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ഭാരതത്തിൽ നിന്ന് പിടിച്ചെടുത്ത് ബംഗ്ലാദേശിനോട് ചേർക്കുക, കുറച്ച് പാകിസ്ഥാന് നൽകുക, അല്ലെങ്കിൽ ചൈനയ്ക്ക് സഹായകരമായിട്ടുള്ള ഒരു പരിസരങ്ങൾ ഒരുക്കുക തുടങ്ങിയ ആശയങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, ഇത് നടക്കുന്ന കാര്യങ്ങളാണോ, അതിനുള്ള ശക്തിയും ശേഷിയും അവർക്കുണ്ടോ എന്നുള്ളതെല്ലാം രണ്ടാമത്തെ കാര്യം. ഇത്തരത്തിലുള്ളൊരു പ്രസ്താവനകൾ മുന്നോട്ട് വയ്ക്കുന്നതിൽ അഗ്രഗണ്യനായിരുന്നു ഈ ഷെരീഫ് ഉസ്മാൻ ഹാദി. അങ്ങനെ ഇരിക്കെ രണ്ട് അജ്ഞാതർ
ഇയാളെ അങ്ങ് വെടിവെച്ച് കൊന്നു. വെടിയേറ്റ് കുറേ നാളുകൾ ആശുപത്രിയിൽ കഴിഞ്ഞു. പിന്നെ സിംഗപ്പൂർ വരെ കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല, ആൾ മരിച്ചു. ഇതിൽ ഈ ഉസ്മാൻ ഹാദിയുടെ ഒരു പശ്ചാത്തലം അറിയുന്നൊരു ഭാരതീയൻ്റെ പ്രതികരണം എന്തായിരിക്കും? 2 തരത്തിലുള്ള പ്രതികരണങ്ങളായിരിക്കാം ഉണ്ടാവുക. ഒന്ന്, ഭാരതീയനായ ഒരാൾ എന്നുള്ള നിലയിൽ ഭാരതത്തിന് വിരുദ്ധനായ ഒരുത്തൻ മരിച്ചു എന്നതിൽ സന്തോഷം തോന്നാം. അല്ലെങ്കിൽ പോയെങ്കിൽ പോട്ടെ, നമുക്കിതിലെന്ത് കാര്യം എന്നുള്ള രീതിയിൽ പോകുന്നവരും ഉണ്ടാകാം. ഇതിൽ രണ്ടിലും തെറ്റില്ല. പക്ഷേ ഉസ്മാൻ ഹാദിയുടെ മരണത്തിൽ ഒരു വല്ലാത്ത വിഷമം അനുഭവിക്കുന്നൊരു വിഭാഗം ഭാരതത്തിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചില പ്രത്യേക മതസംഘടനകൾ കൈകാര്യം ചെയ്തിരുന്ന മാധ്യമങ്ങൾ ബംഗ്ലാദേശ് രൂപീകരിക്കുവാനുള്ള യുദ്ധകാലത്ത് നടത്തിയിരുന്ന പ്രചാരണങ്ങളെ സമൂഹം അവഗണിച്ച് കളഞ്ഞതിൻ്റെ തിക്തഫലം. അത്തരത്തിലുള്ളൊരു സമൂഹം, ഒരു വലിയ സമൂഹം ഭാരതത്തിനകത്ത് തന്നെ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ തന്നെ രൂപപ്പെട്ട് കഴിഞ്ഞു. ഉസ്മാൻ ഹാദി മരിച്ചല്ലോ. മരിച്ചിട്ട് ബംഗ്ലാദേശിൽ വലിയ വീരനായകനായി ഈ ഹാദിയെ ഉയർത്തി അയാളുടെ ശവസംസ്കാര ചടങ്ങുകൾക്ക് വലിയ ഏതാണ്ടൊരു ആഘോഷം എന്നുള്ള രീതിയിലായിരുന്നു. കാരണം ഷഹീദായതാണ്. അയാളുടെ ആശയങ്ങൾ ഒരിക്കലും മറക്കപ്പെടില്ല. അതിൻ്റെ പൂർത്തീകരണത്തിനായി അഹോരാത്രം പണിയെടുക്കുമെന്നൊക്കെയാണ് മുഹമ്മദ് യൂനുസൊക്കെ ശപഥം ചെയ്തിരിക്കുന്നത്. മറ്റു പലരും ശപഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അവിടെ നിൽക്കട്ടെ. അങ്ങനെ നിൽക്കുമ്പോൾ ഉസ്മാൻ ഹാദിയുടെ ഈ ശവസംസ്കാരത്തെക്കുറിച്ച് ഇവിടെയുള്ളവരെല്ലാം പറഞ്ഞു. ശവസംസ്കാരം നടന്നു, ഭാരതത്തിനെതിരെ പറഞ്ഞു. ഇനിയിപ്പോൾ ഭാരതത്തിൻ്റെ അജ്ഞാതനാണ് കൊന്നതെങ്കിൽ വളരെ നല്ല കാര്യം, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഭാരതത്തിനെതിരെ നിന്ന് ഒരുത്തൻ പോയി കിട്ടി, നല്ല കാര്യം എന്ന് ഒട്ടുമിക്ക ഭാരതീയരും കരുതിയിരുന്ന അവസരത്തിൽ വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ് നേരത്തെ പറഞ്ഞ മതസംഘടനകൾ കൈകാര്യം ചെയ്യുന്ന മാധ്യമം. ഒരു മാധ്യമം, ആ മാധ്യമത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, പക്ഷേ എല്ലാവർക്കും അറിയാം. ഒരു എന്താ പറയുക, ഒരു മീഡിയയാണ്. അതിനെ മുക്കാലെന്നും അരയെന്നും ഒക്കെ പലരും വിളിച്ച് കളിയാക്കാറുണ്ട്. ഞാൻ വിളിച്ച് കളിയാക്കുന്നില്ല. അങ്ങനെയുള്ളൊരു മീഡിയ മുക്കാലെന്ന് പലരും വിളിക്കുന്ന ഒരു മാധ്യമം പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു വാർത്ത നൽകുന്നു. പ്രത്യക്ഷത്തിൽ ആ വാർത്തയ്ക്ക് നിയമപരമായി യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ വാർത്ത ഉസ്മാൻ ഹാദിക്ക് ജനലക്ഷങ്ങളുടെ വിടയല്ല, അവന് വടയാണ് കൊടുക്കേണ്ടത് എന്ന് പലരും പറയുന്നുണ്ട്. വട തന്നെ കൊടുക്കുകയും ചെയ്തു, അവനുള്ള വടയും ചായയും കൊടുത്തു എന്നും പലരും ഹാസ്യരൂപേണ പറയുന്നുണ്ട്. പക്ഷേ ഇതാണ് അവരുടെ തലക്കെട്ട്: ഉസ്മാൻ ഹാദിക്ക് ജനലക്ഷങ്ങളുടെ വിട. ബംഗ്ലാദേശിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ആളുകൾ പങ്കെടുത്ത മയ്യത്ത് നിസ്കാരം, ബംഗ്ലാദേശിൽ നടക്കുന്ന എല്ലാ മയ്യത്ത് നിസ്കാരങ്ങളുടെയും കണക്ക് ഇവരുടെ കയ്യിലുണ്ട് എന്ന് സാരം. അല്ലെങ്കിൽ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ അന്വേഷിച്ച് പോയിരിക്കാം. അടുപ്പ് കൂട്ടി ചർച്ചയൊക്കെ നടത്തി ബംഗ്ലാദേശിൽ ഇന്നലെ ഉസ്മാൻ ഹാദിക്ക് മുമ്പേ മരിച്ച ഫക്രുദ്ദീൻ്റെ മയ്യത്തിന് നിസ്കരിക്കാനായിട്ട് 10 പേരെ വന്നുള്ളൂ. ഹാദിയുടെ ഇതിൽ ബംഗ്ലാദേശിൽ ആകെപ്പാടെയുള്ള ജനങ്ങളിൽ ഒരു 1% വന്നിരുന്നു തുടങ്ങിയ കണക്കുകളൊക്കെ ഇവർ കൃത്യമായിട്ട് എടുക്കുന്നുണ്ടാവാം, നമുക്കറിയില്ല. കാരണം ബംഗ്ലാദേശിലേക്ക് ഇവർക്കുള്ള എത്ര ഒരു ആക്സസ് അല്ലെങ്കിൽ ഒരു കടന്നുകയറ്റം, അവിടുന്ന് വിവരങ്ങൾ അറിയാനുള്ളൊരു സ്രോതസ് നമുക്കില്ല. കാരണം സ്വാഭാവികമല്ല. കാരണം എൻ്റെ ബന്ധുക്കൾ താമസിക്കുന്ന എറണാകുളത്ത് നിന്ന് അവരുടെ പരിസരത്ത് നടക്കുന്ന വിവരങ്ങൾ എനിക്കറിയാനായിട്ട് കൂടുതൽ സൗകര്യങ്ങളുണ്ടാവും നിങ്ങളുടെ ബന്ധുക്കൾ ആ പരിസരത്തില്ലെങ്കിൽ നിങ്ങളെക്കാളും. പക്ഷേ നിങ്ങളുടെ ബന്ധുക്കൾ പാകിസ്ഥാനിലുണ്ടെങ്കിൽ പാകിസ്ഥാനിലുള്ള വിവരങ്ങൾ എന്നെക്കാളും കൂടുതൽ വ്യക്തമായും അല്ലെങ്കിൽ കൂടുതൽ കൃത്യമായും അറിയുവാനുള്ള സാധ്യത നിങ്ങൾക്കായിരിക്കും. അങ്ങനെ കണ്ടാൽ മതി. ഈ ഒരു ബംഗ്ലാദേശിൽ നിന്നുള്ള മയ്യത്ത് നിസ്കാരത്തിൻ്റെ കണക്കൊക്കെ കൃത്യമായിട്ട്, ബംഗ്ലാദേശിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മയ്യത്ത് നിസ്കാരം, ആ വാർത്ത മൊത്തമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇവരൊക്കെ നെഞ്ച് തകർന്ന് കരയുകയാണ്. ഉസ്മാൻ ഹാദി ചരിത്രമായി ഷഹീദായി. ഷഹീദായി കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്നാണ് മൗലികവാദികൾ പറയുന്നത്. അത് കിട്ടിയെന്ന് മാത്രം പറയുന്നില്ല, ഭാഗ്യം. അത് ഉസ്മാൻ ഹാദിക്ക് കിട്ടിയെന്നുള്ള വിവരവും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അതിൻ്റെയും കണക്ക് കറക്റ്റാണ്. 78, 50, 72 എത്രയോ അത്രയും തന്നെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് ഉള്ള കണക്ക് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് ഭാഗ്യത്തിന് അവർ പറഞ്ഞിട്ടില്ല. ഇനി വരും ദിവസങ്ങളിൽ ചിലപ്പോൾ പറയുമായിരിക്കും. കാരണം ഇപ്പോൾ ലഭിച്ച വിവരങ്ങളനുസരിച്ച് ഉസ്മാൻ ഹാദിക്ക് കൃത്യമായിട്ട് 78 തന്നെ, അല്ലെങ്കിൽ അവൻ്റെ 69 തന്നെ, അല്ലെങ്കിൽ 72 തന്നെ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് അടുപ്പ് കൂട്ടിയിരുന്നവന്മാരെല്ലാം കൂടി പറഞ്ഞേക്കാം. പറഞ്ഞാലും അത്ഭുതപ്പെടേണ്ടതില്ല. അങ്ങനെയുള്ളൊരവസരത്തിൽ
ആശങ്കപ്പെടുത്തുന്നൊരു കാര്യം, ഇപ്പോൾ ഡൽഹിയിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം വളരെ പ്രചാരം നേടിയൊരു വാക്കാണ് വൈറ്റ് കോളർ ടെററിസം. അതായത് സമൂഹത്തിൽ മാന്യമായ ഉദ്യോഗങ്ങളിൽ അല്ലെങ്കിൽ മാന്യമായ സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് രാഷ്ട്രത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെയാണ് ഈ വൈറ്റ് കോളർ ടെററിസ്റ്റ് അല്ലെങ്കിൽ വൈറ്റ് കോളർ ഭീകരവാദി എന്ന് വിളിക്കുന്നത്. അത്തരത്തിലുള്ള ഭീകരവാദികൾ മാധ്യമരംഗത്തും ഉണ്ട് എന്നുള്ളത് പലരും പല തലങ്ങളിൽ നിന്നും പറഞ്ഞിരുന്നതാണ്. അത്തരത്തിലുള്ള ഭീകരവാദികളുടെ ഒരു വെളിപ്പെടുത്തൽ കൂടിയാണ്, ഒരു വെളിപ്പെടൽ കൂടിയാണ് ഇത്തരം വാർത്തകളെന്നാണ് നമുക്ക് നോക്കിക്കാണാൻ കാണുക. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അതുതന്നെയാണ്. കാരണം അത്തരം ഭീകരവാദികൾ മറ്റ് മാർഗങ്ങളെല്ലാം അടഞ്ഞ്, അവർക്ക് രഹസ്യമായി ഇരുന്ന് പ്രവർത്തിക്കുവാനുള്ള മാർഗങ്ങളെല്ലാം അടഞ്ഞ്, അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളിൽ പലതും മോദി സർക്കാർ പിടിമുറുക്കി, ഇപ്പോൾ അവർക്ക് പരസ്യമായി വന്നേ സമൂഹത്തിന് മുമ്പിൽ വന്ന് അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ ശ്രമിച്ചേ പറ്റൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് അവർ എത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ സമൂഹത്തിൽ എന്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കുഴപ്പങ്ങളുണ്ടാക്കാം. അതിൽ പ്രധാനമായത് ഈ ഒരു പ്രത്യേക മതവിശ്വാസത്തിൽ സഞ്ചരിക്കുന്ന യുവാക്കളെ, അവരിൽ ചിലരെയെങ്കിലും ഒരു മാനസികമായിട്ട് പരിവർത്തനം ചെയ്തെടുക്കാൻ ഇവർക്ക് സാധിച്ചേക്കാം. അതിനേക്കാൾ അപകടകരമായിട്ടുള്ളൊരു കാര്യം, നാളെ ബംഗ്ലാദേശുമായിട്ടൊരു യുദ്ധസമാനമായ സാഹചര്യം ഭാരതത്തിൽ ഉണ്ടായി എന്ന് കരുതുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശത്രു രാജ്യവുമായി, പാകിസ്ഥാനുമായിട്ട് വീണ്ടും ഓപ്പറേഷൻ സിന്ദൂർ 2.0 നടക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഈ ഒരു സമൂഹത്തിന് മുമ്പിൽ ഇത്തരം കാര്യങ്ങൾ വിളിച്ച് പറയുവാനുള്ള ധൈര്യം കൂടി വന്ന് ഇവർ ഭാരതത്തിനെതിരെ വീണ്ടും പണ്ട് ബംഗ്ലാദേശ് യുദ്ധം നടന്നിരുന്ന സമയത്തുണ്ടായിരുന്നത് പോലെ ഭാരത സൈന്യം പരാജയപ്പെടുകയാണ് തുടങ്ങി സമൂഹത്തിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാവുന്ന വാർത്തകൾ പണ്ട് ഉണ്ടായിരുന്നതിലും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാവുന്ന ഒരു സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഇവർ ചെയ്യില്ല എന്ന് ആര് കണ്ടു? ആ സമയത്ത് ഇവരെ നിരോധിച്ചിട്ടും പിടിച്ചകത്തിട്ടിട്ടും കാര്യമില്ല. കാരണം ഇവർ പരത്താൻ പോകുന്ന ഒരു 4 വാർത്തകൾ സമൂഹത്തിനിടയിലേക്ക് പരന്നു കഴിഞ്ഞാൽ, ഇൻ്റർനെറ്റിലേക്ക് ഒരു വസ്തുത കയറിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ പിടിച്ചാൽ കിട്ടില്ല. ഇത്തരത്തിലുള്ള കുഴപ്പങ്ങൾ ചെറിയ രീതിയിലെങ്കിലും ഉണ്ടാക്കുവാനായിട്ട് ഇവർക്ക് സാധിക്കും. പിന്നെ ഇവരെ ഫണ്ട് ചെയ്തിരുന്ന പഴയ പോപ്പുലർ ഫ്രണ്ടുകാരും ഭീകരവാദികളും എല്ലാം ഈ നിയമത്തിൻ്റെ പിടിയിൽ പെടാതെ രക്ഷപ്പെട്ട് മറ്റ് പല പാർട്ടികളുമായി ചേക്കേറി പതുങ്ങിയിരിക്കുന്ന ഭീകരവാദികൾ പുറത്ത് പ്രവർത്തിക്കുവാനുള്ള, ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കാനുള്ള, പ്രവർത്തിക്കുവാനുള്ള ഭീകരവാദികൾ പുറത്തുമുണ്ട്. അവരെ ഉണർന്നെണീക്കും. സമൂഹത്തിൽ അവരുണ്ടാക്കുന്ന കുഴപ്പങ്ങളും എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാം. പക്ഷേ നമ്മുടെയൊക്കെ ഊഹത്തിനും അപ്പുറത്തായിരിക്കും ആ കുഴപ്പങ്ങളെന്നാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. അതാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ള കാര്യം. അതിന് ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെ മുൻ DGP TP സെൻകുമാർ സാറ് ഈ വിഷയത്തെക്കുറിച്ചൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അതും കൂടി ഒന്ന് നിങ്ങളുമായിട്ട് പങ്കുവെച്ച് അവസാനിപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മാറിപ്പോകാതിരിക്കാനായിട്ട് ഞാനൊന്ന് നോക്കി തന്നെ വായിക്കാൻ പോവുകയാണ്. അദ്ദേഹം ഈ വാർത്ത പങ്കുവെച്ച ഹാദിയുടെ ഷെരീഫ് ഉസ്മാൻ ഹാദിക്ക് മയ്യത്ത് നിസ്കാരം നടത്തി വിട കാത്തോണെ അല്ലാ കാത്തോ നബീബുള്ള എന്നും മറ്റും ഓർക്കണ സങ്കടം പറഞ്ഞാൽ തീരൂല എന്ന പാട്ടൊക്കെ പാടി അവർ ആഘോഷിച്ച അല്ലെങ്കിൽ പ്രചരിപ്പിച്ച ഈ വാർത്തയുടെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ച് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: കഴിക്കാൻ ഭാരതത്തിൻ്റെ അരി വേണം, കുടിക്കാൻ വെള്ളം വേണം, വെളിച്ചം കാണാൻ ഇന്ത്യ കറണ്ട് നൽകണം, കൊല്ലാൻ നിരപരാധികളായ ഹിന്ദുക്കൾ വേണം, ഇന്ത്യയിലിരുന്ന് അവൻ്റെ മയ്യത്ത് ഘോഷിക്കാൻ ഇവിടെ ന്യൂനപക്ഷ അനിയന്ത്രിത സ്വാതന്ത്ര്യവും വേണം. സത്യമല്ലേ അദ്ദേഹം പറഞ്ഞത്? ഒന്നും കൂടി വായിക്കാം. കഴിക്കാൻ ഭാരതത്തിൻ്റെ അരി വേണം, കുടിക്കാൻ വെള്ളം വേണം, വെളിച്ചം കാണാൻ ഇന്ത്യ കറണ്ട് നൽകണം, കൊല്ലാൻ നിരപരാധികളായ ഹിന്ദുക്കൾ വേണം. ഇത്രയും പറയുന്നത് ബംഗ്ലാദേശിനെ കുറിച്ചാണ്. ഇനി പറയുന്നത് നമ്മുടെ ഈ മാധ്യമ അടുപ്പുകൂട്ടികളെക്കുറിച്ചാണ്. മീഡിയ മുക്കാലെന്ന് പലരും വിളിക്കുന്ന മാധ്യമ അടുപ്പുകൂട്ടികളെക്കുറിച്ചാണ്. ഇന്ത്യയിലിരുന്ന് അവൻ്റെ മയ്യത്ത് ഘോഷിക്കാൻ ഇവിടെ ന്യൂനപക്ഷ അനിയന്ത്രിത സ്വാതന്ത്ര്യവും വേണം. എന്താ പറയുക? ഞാനും നിങ്ങളുമൊക്കെ സൂക്ഷിച്ചാൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അവസാനിപ്പിക്കുന്നു. നമസ്കാരം.